ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പോകുന്നില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. ഞാൻ പോകുന്നില്ല, ഞാൻ പോയില്ല, ഞാൻ പോകാറില്ല, എനിക്ക് പോകാൻ കഴിയില്ല, ഇങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നില്ല എന്നുള്ളത് കണ്ടിന്യൂസ് ആണല്ലോ. അപ്പം നമ്മളവിടെ ഞാനാണ് സബ്ജക്റ്റ്. ഐ എം നോട്ട് ഗോയിങ് എന്ന് പറയും. ഐ എം നോട്ട് ഗോയിങ്, ഞാൻ പോകുന്നില്ല, സിമ്പിളാണ്. എന്നാൽ ഞാൻ നാളെ പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ നാളെ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ നാളെ പോകില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ നാളെ പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ നാളെ പോകില്ല എന്ന് പറയുകയാണെങ്കിലും നാളത്തെ കാര്യമാണല്ലോ. അപ്പോൾ നമ്മളവിടെ വില്ലല്ലേ യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. വില്ല് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഐ വോണ്ട് ഗോ ടുമോറോ എന്ന് പറയാം. നമ്മൾ ഒരു ഉറപ്പായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഐ വോണ്ട് ഗോ ടുമോറോ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, ഐ എം നോട്ട് ഗോയിങ് ടുമോറോ. ഐ എം നോട്ട് ഗോയിങ് ടുമോറോ, ഞാൻ നാളെ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ നാളെ പോകില്ല. അതായത് നമ്മൾ തീരുമാനം എടുക്കുന്നത് ഇന്നാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ ആണ്. അടുത്ത ദിവസം പോകുന്നില്ല എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ എം നോട്ട് ഗോയിങ് ടുമോറോ എന്ന് പറയാം. അപ്പം നാളത്തെ കാര്യം ഇങ്ങനെ പറയാവോ എന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നാളത്തെ കാര്യമാകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? വില്ലല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെ ഇസറാം യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെയല്ല, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഐ എം നോട്ട് ഗോയിങ് ടുമോറോ എന്ന് പറയാം. ഇന്നാണ് നമ്മൾ പറയുന്നത്, നാളെ പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പോകില്ല, ഐ വോണ്ട് ഗോ എന്ന് പറയാം. ഞാൻ നാളെ പോകില്ല, ഐ വോണ്ട് ഗോ ടുമോറോ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഞാൻ പോയില്ല എന്ന് പറയാറുണ്ട്. ഇതെങ്ങനെയാ പറയുക? ഞാൻ പോയില്ല എന്ന് പറയുമ്പം പാസ്റ്റ് ആണല്ലേ, കഴിഞ്ഞു പോയ കാര്യമാണ്. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഐ ഡിഡിൻറ്റ് ഗോ എന്ന് പറയാം. ഐ ഡിഡിൻറ്റ് ഗോ, ഐ ഡിഡിൻറ്റ് ഗോ, ഞാൻ പോയില്ല. ഇനി ഞാൻ പോകാറില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ പോകാറില്ല. പല രീതിയിലുമാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാറ് അല്ലേ. ഞാൻ പോകാറില്ല, അങ്ങനെ ഒരു പതിവില്ല. ഐ ഡോണ്ട് ഗോ, ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. നെക്സ്റ്റിന് എനിക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ആണ് അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഐ കാണ്ട് ആണ്. ഐ കാണ്ട് ഗോ, ഐ കാണ്ട് ഗോ ദർ, എനിക്കവിടെ പോകാൻ കഴിയില്ല. ഐ കാണ്ട് ഗോ ടുഡേ, എനിക്ക് ഇന്ന് പോകാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, നമ്മളെല്ലാ ഓക്സിലറീസും യൂസ് ചെയ്തിട്ടാണ് ഒരൊറ്റ വെർബ് പറയുന്നത് അല്ലേ. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല പാസ്റ്റാണ്, ക്യാൻ്റെ പാസ്റ്റാണ് നമ്മൾ പറയുന്നത്. അപ്പം ഐ കുഡിൻറ്റ് ഗോ, ഐ കുഡിൻറ്റ് ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഞാൻ പോകുകയായിരുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ പോകുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വാസിൻറ്റ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ പറയാണ്, നീ വിളിച്ചപ്പോൾ മാർക്കറ്റിൽ പോവുകയായിരുന്നില്ല. നീ വിളിച്ചപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോവുകയായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ വാസിൻറ്റ് ഗോയിങ് ടു ദ മാർക്കറ്റ് വെൻ യു കോൾഡ്. ഐ വാസിൻറ്റ് ഗോയിങ് ടു ദ മാർക്കറ്റ് വെൻ യു കോൾഡ്. ഇങ്ങനെ നമുക്ക് പല സെൻറ്റൻസും പറയാനായിട്ട് പറ്റും. ഞാൻ പോകേണ്ടതില്ല എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. ചില സിറ്റുവേഷനിൽ ഞാൻ പോകേണ്ടതില്ല എന്ന് പറയാറുണ്ട്. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഐ ഷുഡിൻറ്റ് ഗോ, ഐ ഷുഡിൻറ്റ് ഗോ, ഞാൻ പോകേണ്ടതില്ല. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെഗറ്റീവിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് സബ്ജക്റ്റ് ഞാനാണ്, അതിനുശേഷം നമ്മൾ ഓരോരോ ഓക്സിലറീസിൻ്റെ കൂടെയും നെഗറ്റീവിൽ പറയാൻ വേണ്ടിയിട്ട് നോട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ പോകുന്നില്ല, നേരത്തെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അവിടെ നമ്മൾ എങ്ങനെയൊക്കെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പോകുന്നില്ല എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് ഓക്സിലറീസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞങ്ങൾ പോകുന്നില്ല, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.